ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സൺ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മുടെ സണ്ണ് എങ്ങോട്ട് തിരിഞ്ഞാലും അതിൻ്റെ കൂടെ നമ്മുടെ ഈ ട്രാക്കറും ഇങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ സണ്ണെന്ന് പറയുന്ന ഒരു ഫ്രീ എനർജി സോഴ്സാണ്, ഒരിക്കലും തീരാത്ത എനർജി. നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് ഇത് എങ്ങോട്ട് പോയാലും ഈ എനർജി ഇത് എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഷാഡോ ഒന്നും വരില്ല, ഫുൾ എനർജി നമുക്ക് ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഗൈസ്, ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാനിത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു 1.25 1.5x കാണാം. ഇതാകുമ്പോൾ പെട്ടെന്ന് തീരും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാം മനസ്സിലാവുകയും ചെയ്യും. എന്തെങ്കിലും ഡൗട്ടിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ശരി. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആർഡുയിനോ യൂനോ ആണ്. ഇതാണ് നമ്മുടെ മൈക്രോ കൺട്രോളറായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് 2 സെർവോ മോട്ടറാണ്, നമ്മുടെ സോളാർ പാനലിൻ്റെ ആക്സിസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ വേണ്ടത് 10Kയുടെ ഒരു 4 റെസിസ്റ്ററാണ്. നമ്മുടെ കയ്യിൽ 5 ഉണ്ട്. 4 LDR മൊഡ്യൂൾ. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം ഒന്ന് പവർ അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ. സോളാർ പാനൽ ഇത് ഓപ്ഷണലാണ്, കാരണം ഒറിജിനൽ സോളാർ പാനൽ എടുക്കാം, ഇല്ലെങ്കിൽ സോളാർ പാനലാണെന്ന് ഡിനോട്ട് ചെയ്താലും മതി. അപ്പം നമ്മളിവിടെ ഒറിജിനൽ സോളാർ പാനൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ജമ്പർ വയറുകളാണ്, 2 സൈഡും പിന്നുള്ളത്. പിന്നെ 2 സൈഡിലും പിന്നില്ലാത്ത മോഡൽ, ഒരു സൈഡിൽ പിന്നും ഒരു സൈഡിൽ പിന്നില്ലാത്തതായിട്ടുള്ള ഈ മോഡൽ. അപ്പോൾ 3 ടൈപ്പ് ജമ്പർ വയറും പിന്നെ നോർമലായിട്ടുള്ളൊരു വയറും എടുത്തിട്ടുണ്ട്. റിബൺ വയർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലൊരു ബോക്സാണ്. ഇതിലാണ് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. നമ്മുടെ സെർവോ മോട്ടർ ഇവിടെ വരും, ബാക്കി അതിന് മണ്ടയിലായിട്ടാണ് നമ്മുടെ സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം നമ്മളൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഈ ഒരു ഷേപ്പാണെങ്കിൽ ഇത് ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. ബേസ് അടുത്തതായിട്ട് ഒരു സെർവോ മോട്ടർ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിരിക്കാൻ കണക്കിന് ഒരു ഹോൾ ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഇവിടെ നമ്മൾ സെർവോ മോട്ടർ നല്ല ഫിനിഷിങ്ങിൽ അകത്തിറങ്ങിയിരിക്കാനുള്ള ഹോള് ഇട്ട് നമ്മുടെ സെർവോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിന് നമുക്ക് ഇതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡ് പീസ് വേണം. ഇതിലാണ് നമ്മുടെ സോളാർ പാനലെല്ലാം സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. അതിന് നമുക്ക് വഴി കാണിക്കാം. ഈ ഒരു തിക്നെസ് ഉള്ള കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ അത്രയും ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ വേണം. ഇതിൽ നമ്മുടെ സെർവോ മോട്ടർ കയറാൻ കണക്കിനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സോളാർ പാനലിൽ വെക്കാൻ വേണ്ടി ആ സൈസിന് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മൂട്ടിലോട്ട് നമ്മുടെ സെർവോയുടെ ആ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നൊരു സാധനം വരുന്നുണ്ട്. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇത് 16 സെൻറ്റിമീറ്റർ നീളമുണ്ട്, പിന്നെ 9 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. ഇതുപോലെ 9 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. അതേപോലത്തെ 2 പീസ്, അതിൽ ഒരു പീസിലാണ് നമ്മൾ സെർവോ മോട്ടറിൻ്റെ ആ ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തുള്ള ഇവിടെയുള്ള സെർവോ മോട്ടറിൻ്റെ മണ്ടയിലോട്ട് ഇതിങ്ങനെ വരും. എന്നിട്ട് ഈ 2 പീസും ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണ് സോളാർ പാനൽ വരുന്നത്. അപ്പോൾ ഇവിടെ സെർവോ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഈ ടിൽറ്റിങ് എല്ലാം ഇതിൽ നടക്കും, ഈ സെർവോ മോട്ടറിൽ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ ഇതിന് ബാക്കി സെറ്റ് ചെയ്തിട്ട് വേണം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു താങ്ങായിട്ട് നമ്മളിങ്ങനെ കാർഡ്ബോർഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിന് കട്ട് ചെയ്ത് വെച്ചെടുക്കാൻ പോകണം. അതാകുമ്പോൾ ഇത് അകത്തോട്ട് മറിയാതെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ സൈഡ് വാൽസെല്ലാം നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ട്, ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. ഇനി നമ്മുടെ സെർവോ മോട്ടർ ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ട് സോളാർ പാനൽ സെറ്റ് ചെയ്യാനുള്ള സാധനത്തിന് ഇവിടെ ഒരു ചെറിയ ഹോളാക്കിയിട്ട് അങ്ങോട്ട് കയറ്റിയിരിക്കണം. സൈഡിലേക്ക് സെർവോയുടെ സാധനം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ഇതിങ്ങനെ ഇതിലോട്ട് സെറ്റ് ചെയ്യാം. സെർവോ ഇരിക്കുന്നതിൻ്റെ ആ സൈഡിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. കേസിന് നമുക്ക് സെർവോ മോട്ടറിനെ ഇതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാം.
നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ പാനലിൻ്റെ ഈ ഒരു ഇത് നമ്മുടെ സെർവോയിലോട്ട് കണക്ട് ചെയ്യണം. ഇനി ഇത് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് കൃത്യം സെൻട്രലായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് സോളാർ പാനൽ നമ്മൾ കണക്ട് ചെയ്യുമ്പം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇങ്ങനെ വരുമ്പോൾ ഒരു പിന്നിനെ നമ്മൾ ഇതിൽ കൂടെ ഹോൾ കയറ്റിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ കുത്തി വയ്ക്കും. അതാകുമ്പോൾ അതിങ്ങനെ വർക്ക് വയ്ക്കും. നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പം കാണുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ഷൻ പോയി നമ്മുടെ ഇതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ സർവോയും ഇത് വർക്കാവും. അപ്പോൾ ഇത് സൈഡിൽ ഇങ്ങനെ പിന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് അതിൻ്റെ അകത്തോട്ട് കയറി നിൽക്കും. കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന സർവോ 180 ഡിഗ്രി റൊട്ടേറ്റ് ആവുന്ന കോഡാണ്. അതാണ് നമ്മുടെ ഈ പാനൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിന് ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്ന രീതിയും കൂടി ചെയ്യണം. ആ കോഡ് സക്സസ്ഫുൾ ആയിട്ട് റണ്ണായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെടുത്ത് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. പുറകിലോട്ട് ഇതിൻ്റെ പുറകിലായിട്ട് മറ്റ് സർവോയുടെ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെടുത്ത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഫിറ്റായിട്ടുണ്ട്. ഒരു സൈഡിൽ വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നത്. ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ വെയിറ്റ് കൂടുതലായിട്ട് ചെരിഞ്ഞെടുക്കുന്നു. അടുത്തായിട്ട് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ LDR മൊഡ്യൂളിലാണ്. അതിനായിട്ട് ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ എല്ലാം 4 സെൻറ്റിമീറ്റർ ഇവിടെ എല്ലാം 4 സെൻറ്റിമീറ്റർ നീളത്തിന് ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ 4 മില്ലിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ LDR മൊഡ്യൂൾ കറക്റ്റായിട്ട് കയറിയിരിക്കാനാണ് കാണിച്ചത്. നിങ്ങളിപ്പം കാണുന്ന പോലെ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം നമുക്ക് 4 LDR ഇതിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ 4 LDR മൊഡ്യൂൾ ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റർ വെക്കണം. അതിനു മുമ്പ് ഇതിൻ്റെ ലെഗൊക്കെ ഒന്ന് മാച്ച് ചെയ്യണം. അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഡയഗ്രാം പോലെയാണ് മാച്ച് ചെയ്യേണ്ടത്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. LDRന് പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലും ലെഗ് എടുത്ത് ഒരു LDRലെ എല്ലാ ലെഗിനെയും കൂടി ഷോർട്ട് ചെയ്യണം. എന്നിട്ട് ഇതെടുത്ത് 5 വോൾട്ടിൽ കൊടുക്കണം. പിന്നെ ഈ ബാക്കി വരുന്ന ലെഗിൽ ഓരോ 10K ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഗ്രൗണ്ടിലോട്ട് കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, ബേസിനടുത്ത് നമുക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യാം. റെസിസ്റ്ററും LDR പോലെയാണ്. അതിനും പൊളാരിറ്റി ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്യാം. ഏതിലേക്ക് വേണമെങ്കിലും. ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത് ഈ ബ്രൗണ് ആദ്യം വരാൻ കണക്ട് ചെയ്യാം. 4 ലെഗിലും ഓരോന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, ബേസ് അടുത്ത് ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ റെസിസ്റ്ററിൻ്റെ എല്ലാ ലെഗുകളും ഒരുമിച്ച് വെച്ചിട്ട് ഇത് നെഗറ്റീവിലോട്ടും നമ്മുടെ LDRൻ്റെ ലെഗുകളെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് പോസിറ്റീവിലോട്ടും കൊടുക്കണം. റെസിസ്റ്റർ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, നടുക്കുള്ള. ബേസ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ലെഗുകളെല്ലാം ഒറ്റയിലായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് LDRൻ്റെ ആണ് നടുക്ക് കാണുന്നത്. അതെല്ലാം പോസിറ്റീവിലോട്ടും നമ്മുടെ റെസിസ്റ്ററിൽ നിന്ന് വരുന്ന ലെഗുകളെല്ലാം ഒരുമിച്ച് നെഗറ്റീവിലോട്ടും കൊടുക്കണം. നമ്മളിപ്പം നിങ്ങൾ കാണുന്ന പോലെ വയറിങ്ങൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നടുക്കെന്നുള്ളത് ഗ്രൗണ്ട്, ബാക്കിയെല്ലാം അനലോഗ് ഇൻപുട്ട്. ഇനി ഇവിടെ നിന്ന് വരുന്നതാണ് പോസിറ്റീവ്, ആ നടുക്ക് കാണുന്നു. അത് അവിടെ ഇവിടെ ഒരു വയറിടണം. നടുക്കുള്ള വയറും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പച്ച കളർ വയറാണ് ഇട്ടത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇതിന് അനലോഗ് ഇൻപുട്ട്. ഇതൊക്കെ ഈ കാണുന്നു. ഓക്കെ, ഇതിന് അടുത്തായിട്ട് സെറ്റ് ചെയ്യാനുള്ള നമ്മളിവിടെ ഒരു ഈ ഒരു ഷേപ്പിന് കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴേ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, ഒരു സൈഡ് ഇരുട്ടും ബാക്കി 3 സൈഡും നല്ല വെട്ടും. അപ്പോഴങ്ങനെ ഈ ഇതിന് മനസ്സിലാകാൻ വേണ്ടി ലിങ്ക് ഒരേപോലെ എല്ലായിടത്തും വെട്ടടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്ത സാധനത്തിന് നമ്മുടെ സോളാർ പാനലിൽ വരുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും.
നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ സാധാ കാർബോർഡായിട്ടല്ലായിരുന്നു, അപ്പം നമ്മളിത് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണാൻ ഒന്നുകൂടെ ഒന്ന് ഭംഗിയായിട്ടിരിക്കും. നമുക്കിനി ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. ഈ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു സ്ക്രൂ ചുമ്മാ ഒന്ന് അതിലോട്ട് തട്ടി സെറ്റ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും അത് അനങ്ങാതിരിക്കും. ഇന്നലെ പിന്നാണ് ഇവിടെ വെച്ചിരുന്നത്. അടുത്തായിട്ട് നമ്മുടെ LDR മോഡ്യൂളിൻ്റെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇതിലോട്ട് തന്നെ ഒട്ടിച്ചേക്കും. ഞാനിത് മഞ്ഞ കളർ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്, കാരണം കറുപ്പിന് കഴിഞ്ഞ ലൈറ്റ് മഞ്ഞ കളറിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അത്രത്തോളം നല്ല ആക്യുറേറ്റ് ആയിട്ട് വർക്കാണ്. നമുക്കിത് ഇതിലോട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ LDRൻ്റെ നടുക്കെന്നുള്ള ലെഗ് നമ്മുടെ ആർഡുയിനോയുടെ 5 വോൾട്ടിലോട്ട് കൊടുക്കണം. ഈ 5 വോൾട്ടിലോട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ബാലൻസ് റെസിസ്റ്ററിന് മുമ്പെന്ന് വരുന്ന എല്ലായിടത്ത് അനലോഗ് 0 തൊട്ട് അത് കഴിഞ്ഞ് 1 കേസ് അവിടെ നിന്ന് വരുന്ന എല്ലാ ലെഗും LDRൻ്റെ റെസിസ്റ്ററിന് മുമ്പെന്ന് വരുന്ന എല്ലാ ലെഗും അനലോഗ് 0 തൊട്ട് ഏകദേശം 3 വരെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് അതിനെടുത്ത് നമ്മുടെ GNDയിലോട്ട്, അതായത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, LDRൻ്റെ വയറിങ് ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ സെർവോ ആണ് നോക്കേണ്ടത്. കേസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 സെർവോടെയും നെഗറ്റീവും പോസിറ്റീവും കൂടെ ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് 2ൻ്റെ സിഗ്നൽ പിന്നെടുത്തിട്ട്, ഈ മഞ്ഞ കളറാണ് സിഗ്നൽ, അതെടുത്ത് പിൻ 9ലോട്ടും പിൻ 8ലോട്ടും കണക്ട് ചെയ്യണം. ഞാൻ കൊടുത്തിട്ടുള്ള കോഡിൽ അങ്ങനെയാണ് ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കോഡ് പോലെ എടുക്കാം. പിൻ 9 പിൻ 8. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഈ 2ൻ്റെ കണക്ഷൻ എടുത്ത് ആർഡുയിനോയുടെ 5 വോൾട്ടിലോട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് വേറൊരു ജമ്പർ കേബിളും കൂടെ എടുത്തിട്ട് ഇതിനെ 2നെയും കൂടെ ഷോർട്ട് ചെയ്യണം. ഇതാകുമ്പോൾ ഒറ്റ കേബിളിൽ തന്നെ 2നും 5 വോൾട്ട് കിട്ടിക്കോളും. എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പം തൽക്കാലം ഒരു ചെക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓൺ ബോർഡ് 5 വോൾട്ട് തന്നെ എടുക്കുന്നത്. ഇതിനെ കറക്റ്റ് എടുത്തിട്ട് ആർഡുയിനോയുടെ 5 വോൾട്ടിലോട്ട് കൊടുക്കണം. നെഗറ്റീവിനെടുത്ത് GNDയിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 12 വോൾട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആർഡുയിനോയിലോട്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം.